ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് ചാനൽ. ഇന്ന് ഞാൻ പോർച്ചുലാക്ക പ്ലാന്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ 10 മണിപ്പൂക്കളാണിവ. 10 മണി ചെടികൾ തന്നെ 2 ടൈപ്പിലുള്ള ഇലകളുള്ള 10 മണി ചെടികളുണ്ട്. ഇതിപ്പോൾ കുറച്ച് വലിയ വൃത്താകൃതിയിലുള്ള ഇലകളോട് കൂടിയ 10 മണി ചെടിയാണ്. ഇതിൽ സിംഗിൾ പെറ്റൽ പൂക്കളാണ് ഉണ്ടാകുന്നത്. പഴ്സലൈൻ ഭാഗത്തിൽപ്പെടുന്ന 10 മണി ചെടിയാണിത്. അതുപോലെ തന്നെ മറ്റേ 10 മണി ചെടി എന്ന് പറഞ്ഞാൽ ചെറിയ ഇലകളോട് കൂടിയ നല്ല നീറ്റായിട്ടുള്ള ഇലകളോട് കൂടിയ 10 മണി ചെടിയാണ്. അതിലെ പൂക്കൾ ഒരുപാട് പെറ്റൽസ് ഉള്ള കുഞ്ഞു റോസാപ്പൂ പോലെ ഇരിക്കുന്ന പൂക്കളാണ് അതിലുണ്ടാകുന്നത്. 10 മണി പൂക്കൾ ഒരുപാട് കളറിൽ ഉണ്ട്. ഈ സിംഗിൾ പെറ്റലിൻ്റെയും ഒരുപാട് കളറിലുണ്ട്. അതേപോലെ മറ്റേ ഒരു കുഞ്ഞു റോസാപ്പൂ ഇരിക്കുന്ന 10 മണി ചെടിയില്ലേ, അതിലും ഒരുപാട് വെറൈറ്റീസ് ഉള്ള കളറും ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരുപാട് 10 മണി ചെടിയുടെ കളക്ഷൻ ഉണ്ടായിരുന്നതാണ് ഫ്രണ്ട്സ്. എല്ലാം ഈ കഴിഞ്ഞ മഴ സീസണിലെല്ലാം നശിച്ചു പോയി. ഇത് മാത്രം ബാക്കിയുണ്ട്. ഇതിപ്പോൾ മഴ സീസൺ എല്ലാം കഴിഞ്ഞപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പടർന്നിട്ടുണ്ട്. ചെറുതായിട്ട് പൂക്കളും ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പൂക്കളൊന്നും ഇട്ടിട്ടില്ല. കുറേശ്ശെ പൂക്കൾ തുടങ്ങിയിട്ടുണ്ട് ഇടാൻ. ഇനിയിപ്പോൾ ഒരുപാട് മൊട്ടും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സമ്മർ സീസൺ അങ്ങോട്ട് കടക്കുമ്പോൾ ഇതിലൊരുപാട് പൂക്കൾ ഉണ്ടാകും. വളരെ എളുപ്പം തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്, 10 മണി ചെടികൾ. അതുപോലെ തന്നെ ഇതിൽ എളുപ്പം പൂക്കളും ഉണ്ടാവും. സമ്മർ സീസണിലാണ് ഇത് ഒരുപാട് പൂക്കളുണ്ടാകുന്നത്. ഇത് നമുക്ക് ചട്ടിയിലോ നിലത്തോ ഹാങ് ചെയ്തോ ഗാർഡന് ബോർഡറായിട്ടൊക്കെ നട്ട് പിടിപ്പിക്കാവുന്നതാണ്. നല്ല പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയാണിത്. അതുപോലെ തന്നെ ഇതിന് നല്ല സൂര്യപ്രകാശം ഇതിനാവശ്യമാണ്. നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഇത് നടാൻ ശ്രമിക്കുക. ഒരുപാട് വളത്തിൻ്റെ ഒന്നും ഇതിന് ആവശ്യമില്ല. നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടിയാൽ തന്നെ ഈ ചെടിയിൽ ധാരാളം പൂക്കളുണ്ടാവും. ഇപ്പോൾ തന്നെ ഈ സിംഗിൾ പെറ്റൽ തന്നെ ഇപ്പോൾ കുറച്ച് നല്ല വലിപ്പമുള്ള പൂക്കളുള്ള 10 മണി ചെടികളും ഉണ്ട്. നമ്മൾ നഴ്സറികളിലൊക്കെ ഇപ്പോൾ നല്ല വലിപ്പമുള്ള പൂക്കൾ വാങ്ങിക്കാൻ കിട്ടും. ഞാനതെല്ലാം വാങ്ങിച്ചു വെച്ചിരുന്നതാണ്, എല്ലാം നശിച്ചു പോയി. അതുപോലെ തന്നെ നമുക്ക് ഇതിന് വെള്ളം കൊടുക്കുമ്പോൾ 2 ദിവസം കൂടുമ്പോൾ, ഇപ്പോൾ സമ്മർ സീസണിൽ 2 ദിവസം കൂടുമ്പോൾ നമുക്ക് നനച്ചു കൊടുത്താൽ മതിയാവും. നന്നായിട്ട് നനച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിത് ഷെയ്ഡിൽ വെക്കാൻ പാടില്ല. ഷെയ്ഡിൽ വെച്ചാൽ ഇതിൽ പൂക്കൾ കുറവായിരിക്കും. പൂക്കൾ ഉണ്ടാകത്തില്ല. നല്ല സൂര്യപ്രകാശത്ത് കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഇത് വെക്കുക. ഷെയ്ഡിൽ വെക്കുകയും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിന് വളം കൊടുക്കുമ്പോൾ നമുക്ക് നേരിയ തോതിലുള്ള ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ജൈവവളങ്ങൾ കൊടുത്താൽ മതി. രാസവളത്തിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. വളം കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊന്ന് അതിൻ്റെ വേര് തട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. വേര് തട്ടാതെ ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ചെറിയ രീതിയിൽ വളം ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ മണ്ണ് ഇളക്കി കൊടുക്കുന്നത് ഈ ചെടിയുടെ ഗ്രോത്തിന് വളരെ നല്ലതാണ്. ഫ്രണ്ട്സ്, ഈ ചെടിയിൽ കുറച്ച് പൂക്കളെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ ഈ ചെടി കുറച്ച് മുരടിച്ച് വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അത് മുരടിച്ച് വരുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഗ്രീൻ കളറിലുണ്ടാകുന്ന ഇലയെല്ലാം ഒരുമാതിരി ഷെയ്ഡ് മാറി മഞ്ഞളിപ്പൊക്കെ ആയിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ പൂക്കളുടെ എണ്ണം കുറയും. അങ്ങനെ ഈ ചെടി നശിച്ചു പോകാനും പിന്നീട് പൂക്കാത്തൊരവസ്ഥയൊക്കെ എത്തുന്ന രീതിയിൽ വരും ഈ ചെടി. അപ്പോൾ തന്നെ അത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത് മുരടിച്ച് വരുന്ന ഒരവസ്ഥയിലോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഈ ചെടിയുടെ ബ്രാഞ്ചസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പൂക്കളുണ്ടെങ്കിൽ പോലും പൂക്കളുള്ളപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര വിഷമമാണ്. എന്നാൽ പോലും ഇത് ഒരുപാട് മുരണ്ട് പോയി നശിച്ചു പോകുന്നതിനെക്കാട്ടി നല്ലത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ പുതിയ ബ്രാഞ്ചസ് എല്ലാം എളുപ്പത്തിൽ തന്നെ വളർന്നു വരികയും അതിലെല്ലാം ധാരാളം മൊട്ടും ഉണ്ടാവും. അങ്ങനെ ഈ ചെടിയിൽ നിന്ന് മുരണ്ട് നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ശ്രദ്ധിച്ച് ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഫ്രണ്ട്സ്, ഈ ചെടിയുടെ ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് നട്ടുവെച്ച് കഴിഞ്ഞാൽ പുതിയ ചെടി എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. ഞാൻ തന്നെ ചെറിയൊരു പീസായിരുന്നു ഈ ചെടിയുടെ കൊണ്ടുവച്ചത്. അതേപോലെ തന്നെ ഇതിൽ വിത്തുകൾ ഉണ്ടാകാറുണ്ട്. ഈ വിത്തുകൾ ഇട്ട് മുളപ്പിച്ചാലും നമുക്ക് പുതിയ ചെടി എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും. തീരെ ചെറിയ വിത്താണ് ഇതിൻ്റേത്. ഇപ്പോൾ ഇതിൻ്റെ വിത്തുകളെല്ലാം മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പാക്കറ്റുകളിൽ വരുന്നുണ്ട്. ഒരുപാട് ഷെയ്ഡിൻ്റെ വിത്തുകളെല്ലാം പാക്കറ്റിൽ ഇപ്പോൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അത് വാങ്ങിച്ചും നമുക്ക് മുളപ്പിച്ച് പുതിയ ചെടി വളർത്തിയെടുക്കാം. അതേപോലെ തന്നെ ഈ ചെടി കീടബാധ ഉണ്ടാകാറുണ്ട്. മേലിബഗ്സ് എന്ന് പറയുന്ന വെളുത്ത നിറത്തിലുള്ള കീടത്തിൻ്റെ ബാധയാണ് ഇതിൽ കൂടുതലായി കണ്ടുവരുന്നത്. ആ കീടബാധ ഏറ്റുകഴിഞ്ഞാൽ ഈ ചെടി അങ്ങ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് വീട്ടിൽ തന്നെ ഈ കീടത്തെയൊക്കെ ഒഴിവാക്കാൻ പറ്റും.
അതിന് നോർമൽ വാട്ടറിൽ നമ്മൾ ഷാമ്പുവോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ നന്നായിട്ട് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആ കീടബാധയൊക്കെ പോയി കിട്ടും. ഇതൊക്കെയാണ് ഇതിൻ്റെ കെയർ. കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. എല്ലാവരും ഗാർഡനിൽ ഈ പ്ലാന്റ് വളർത്താൻ ശ്രമിക്കുക. വലിയ പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ധാരാളം പൂക്കളും ഉണ്ടാവും. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഈ പ്ലാന്റ് വളർത്താൻ ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.